ഡെയിലി വാള് തല്ലും ബഹളോ പതിവാക്കിയ തങ്കപ്പനോ അമ്മയച്ഛന്റെ തിരുമുമ്പ് ചെന്ന് തെറി വിളി തുടങ്ങി. അങ്ങനെ ഡെയിലി വാള് തല്ലും ബഹളോ പതിവാക്കിയ തങ്കപ്പനോ അമ്മയച്ഛന്റെ തിരുമുമ്പ് ചെന്ന് തെറി വിളി തുടങ്ങി. അങ്ങനെ കുറെ നാളായി പറ്റിച്ചതാ ഇവളിവിടെ നിക്കട്ടനെ. പെണ്ണും പിള്ളേരെ സ്ത്രീധനം ബാക്കി തന്നാൽ കൊണ്ടുപോയിക്കൊള്ളാം. എങ്ങനെ 10,000 തന്നില്ലടാ, എന്റെ മോളെ തന്നില്ലടാ. ഇനി കാശിന് നീ വല്ല പള്ളിയിലും പോയി പറഞ്ഞാ മതി. എങ്ങനെ 10,000 പുലുവേന്തെന്ന് ബാക്കി തരമെന്ന് മോഹിപ്പിച്ച് ഇതുപോലൊരു കുരിശിനെ എന്റെ തലയിൽ കെട്ടി വെച്ചില്ലേ. എങ്ങനെ ഏതു നേരവും കള്ള് കുടി പണിക്കാണെങ്കി പോകത്തില്ല. അങ്ങനത്തെ നിനക്കൈശ്വര്യറായി വരും, പോയി കെട്ടിക്കോ. എങ്ങനെ തന്റെ മോളുടെ കഥകളൊന്നും എന്നെ കൊണ്ട് വിളമ്പിക്കണ്ട. ഈ പുതനയുടെ മരമോന്ത കണ്ട വേറെ ആര് കെട്ടാനാ? എങ്ങനെ ഇവൾക്ക് താഴെ 4 എണ്ണമാ, ഒര നിറഞ്ഞ പെമ്മക്കള്. അവരെ കെട്ടിച്ചയക്കണ്ട ചുമതല നിനക്കുള്ളതാ. എങ്ങനെ ആ കാര്യം ഞാൻ ഏറ്റനെ. ഇവളിവിടെ നിക്കട്ടനെ. ബാക്കി 4 കെട്ടിച്ചിങ് തന്നാ മതി, നോക്കിക്കൊള്ളാം ഞാൻ. അയ്യടയ്യടയ്യടാ. പണ്ട് തന്നെ തന്റെ നോട്ടം പെൺപിള്ളേരുടെ നേർക്കല്ലേ. ആ പരിപ്പ് ഈ കലത്തിൽ വേഗത്തില്ലെന്നേ. അങ്ങനെ തന്റെ ഇത്തരം വേലയും കൊണ്ട് ഈ കുടുംബത്ത് വന്നെന്നാൽ കൊണ്ടിന്റെ കൃഷ്ണമണി കുത്തി പൊട്ടിച്ചിടും ഞാൻ. അങ്ങനെ ബന്ധുവീടാണെന്നു കരുതി തോന്നിയവാസം കാട്ടിയെന്നാൽ താൻ ഞങ്ങളുടെ വായിന്ന് നല്ലത് കേട്ടിട്ടേ പോകൂ. ഓടടി വാസുന്റെ മോളെ, കെട്ടിയൊണത്തെല്ലാം വളർന്നോ നീ? കാലും മടക്കി ഞാൻ ഒറ്റപ്പെടാതെന്നാൽ പോയി കിടക്ക് നീ അപ്പുറത്ത്. നിങ്ങളെ കെട്ടിയിട്ട് അന്ന് തുടങ്ങിയതാണ് എന്റെ ഒടുക്കത്തെ കഷ്ടകാലം. ഒരു ക്വാർട്ടർ വാങ്ങിക്കാനുള്ള കാശെങ്കിലും ഇന്നു വരയ്ക്ക് നീ തന്നിട്ടുണ്ടോ? താലിമാല പോലും ചിട്ടു കളിച്ചു കളഞ്ഞു കുളിച്ചൊരു ദുഷ്ടനാതാൻ. എന്നെയും എന്റെ കുടുംബത്തിൽ നോക്കുവാൻ കൂലിപ്പണിക്ക് നീ പോയിട്ടുണ്ടോ? നിന്നെയും നിന്റെ ഈ തന്തേനെ കൊല്ലും ഞാൻ വീടിനെന്തി വയ്ക്കും, നോക്കിക്കോടി. തന്നെ ഞാൻ കൊല്ലടോ കാലമാണ്. കൊല്ലടി എന്നെ കൊന്ന